മലപ്പുറത്തും മുങ്ങിമരണങ്ങൾ പതിവാകുകയാണ്. ആഴ്ചയിലൊന്ന് അല്ലെങ്കിൽ മാസത്തിലൊന്ന് എന്ന രീതിയിൽ പല സംഭവങ്ങളും നമ്മൾ കണ്ടു. ഒരു കുടുംബത്തിലെ തന്നെ 2 പേർ, സഹപാഠികൾ, സഹോദരങ്ങൾ, അങ്ങനെയുള്ള കേസുകളെല്ലാം കഴിഞ്ഞ നാളുകളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മണൽ വാരി ഉണ്ടാകുന്ന കയങ്ങളിൽപ്പെട്ടുള്ള അപകടങ്ങൾ, നീന്തൽ പരിശീലനം കുറവുള്ളവർ ഈ അപകട മേഖലയിൽ ഇറങ്ങുന്നതെല്ലാം ഇത്തരം ദുരന്തങ്ങൾക്ക് കാരണമാകും. താനൂർ ബോട്ട് ദുരന്തമുണ്ടാക്കിയ ആഘാതം മാറുന്നതിന് മുൻപ് തന്നെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ മുങ്ങിമരണങ്ങൾ തുടർക്കഥയായി. മരിച്ചതിലധികവും കുട്ടികളാണ്. രക്ഷാപ്രവർത്തനത്തിനിടെയും അപരിചിതമായ സ്ഥലത്ത് കുളിക്കാനിറങ്ങി മുങ്ങി മരിച്ചവരും ഏറെയാണ്. ഇവിടെ കഴിഞ്ഞ വർഷത്തിൽ 2 കുട്ടികൾ വെള്ളത്തിൽ പോയി. പക്ഷേ അവർക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്. പരിചയം ഉണ്ടായിട്ടും കാര്യമില്ല. പഴയ കെട്ടിച്ചു പോയ കുട്ടികളല്ലേ. ഒരുവിധ ആൾക്കാർക്ക് നീന്തറിയില്ല. പിന്നെ ഒരാൾക്ക് നീന്തറിഞ്ഞിട്ട് ബാക്കിയുള്ളവർ പോയിക്ക് വന്നിട്ട് കാര്യമില്ല. ഒറ്റ നോട്ടത്തിൽ ആഴമില്ലാത്ത പ്രതീതിയാണ്. പക്ഷേ പതിയിരിക്കുന്നത് അപകട കുഴികളാകാം. മണൽ വാരിയുള്ള കുഴികളിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചവരാണ് അധികവും. നീന്തൽ പരിശീലനം കുറവുള്ളവരും ഇത്തരം അപകടത്തിൽ എളുപ്പം പെടുന്നു. നമ്മൾ ഇറങ്ങുന്ന പുഴയെ പറ്റി നമ്മൾ ആദ്യം പഠിക്കണം. ഇവിടെ എവിടെ കുഴി, എവിടെ എന്തെന്ന് നമ്മൾ ആദ്യം നാട്ടുകാരോടോ മറ്റുള്ളവരോടോ ആദ്യം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വെള്ളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചുഴികളുണ്ട്. ആ ചുഴിയിൽ പെട്ടാൽ രക്ഷപ്പെടൽ പ്രയാസമാണ്. ജില്ലയിൽ 2 ആഴ്ചക്കിടെ 10-ലധികം പേർ മുങ്ങി മരിച്ച സാഹചര്യമുണ്ടായി. അതായത് ഓണം, ക്രിസ്മസ്, വെക്കേഷൻ, ഈ മറ്റ് 2 മാസത്തെ അവധികളെല്ലാം വരുന്ന സമയങ്ങളിൽ കുട്ടികൾ പലപ്പോഴും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സംഘം ചേർന്നിട്ടായിരിക്കും ചിലപ്പോഴും നീന്തലിൽ പോവുകയോ ഇതാവുകയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പറ്റുന്ന അപകടങ്ങളാണ് പലപ്പോഴും വലിയ ദുരന്തങ്ങളായി മാറുന്ന വിധത്തിൽ. മുങ്ങിമരണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ പ്രതിരോധ നടപടികളും അധികൃതർ ഊർജിതമാക്കിയിട്ടുണ്ട്. ജലാശയ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി മിഡിപ്പ് എന്ന ബോധവൽക്കരണ പദ്ധതിയിലൂടെ അഗ്നിശമന സേന കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.